കാത്യായനി ഭാവത്തിലാണ് ആരാധിക്കുന്നത്. അപ്പോ അത് കാത്യായനി എന്ന് പറയുന്ന ഒരു ഋഷിക്ക് ഒരു മകൾ വേണമെന്നുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുകയും ആ ആഗ്രഹ സാഫല്യത്തിനായിട്ട് പരാശക്തി കാത്തിന്റെ മകളായിട്ട് ജനിക്കുകയും ചെയ്തു എന്നൊരു കഥയുണ്ട്. അപ്പോ ഈ കാത്യായനി ഭാവത്തിലാണ് പിന്നീട് അസുര നിഗ്രഹമൊക്കെ നടത്തുന്നുണ്ട്. ഈ ഇങ്ങോട്ട് വരുമ്പോ ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും എല്ലാ ഭാവത്തിലും അസുര നിഗ്രഹം നടത്തുന്നുണ്ട്. ആദ്യമൊക്കെ ആയിരുന്നു വളരെ ശാന്തമായിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ കാത്യായനി ഭാവത്തിലാണ് ഈ സ്കന്ദമാതാവ് കഴിഞ്ഞ പിന്നെ കാത്യായനിയാണ്. ഷഷ്ടം കാത്യായനി, 6ാമത്തെ ദിവസം കാത്യായനി ഭാവത്തിലുള്ള ആരാധനയാണ്. ഇപ്പം സ്ത്രീ സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലോണം മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കാം. നല്ല ഭഗവതി തന്നെ മകളായി വരുന്ന രീതിയിൽ, അതേപോലെ തന്നെ നല്ല ശക്തിയുള്ള പവർഫുൾ ആയിട്ടുള്ള മകളെയൊക്കെ സിദ്ധിക്കാം.